Thank you very much. അപ്പോൾ അവരെ ഓരോരുത്തരെ അയച്ച് ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ട സമയം അയച്ചിരിക്കുകയാണ്. And to invite them first, I would like to welcome Nikhil Joseph, GM of Lulu Retail, onto the stage. And along with him, ladies and gentlemen, it's time to invite the one and only Saubin Shahir. Yes, മലയാളത്തിന്റെ സ്വന്തം നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട നടൻ Saubin Shahir, welcome. And next I would like to invite Harikrishnan S, our DGM Lulu Retail, onto the stage. And now let's welcome, ladies and gentlemen, the one and only Basil Joseph. Welcome, Basil. Now I would like to call upon stage Prince Philip, Mall Manager Lulu Kottayam, to invite Shabarish Verma. Yes, once again, please put your hands together as we welcome the one and only Shabarish Verma. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ജിനു KM, Senior Maintenance Engineer. അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നിയാസ് ബക്കർ onto the stage. അദ്ദേഹത്തെ നല്ലൊരു കൈയടിയോട് വളരെയധികം സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Next I would like to welcome Ismail Al-Jamir, Wine Manager of Lulu. And it's time to welcome, എനിക്ക് തോന്നുന്നു മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വില്ലൻ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. Let's welcome Shivajan Padmanabhan. All right, thank you very much. എല്ലാവർക്കും സുഖല്ലേ? സൗബിനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞിട്ട് കുറച്ച് നാളെയാണെങ്കിലും ആ ചെറിയൊരു ഗ്യാപ്പിൽ തന്നെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്തു, ഇല്ലേ? നമ്മളെല്ലാരും മിസ് ചെയ്തില്ലേ? യെസ്, തീർച്ചയായിട്ടും. അപ്പൊ തിരിച്ച് ഇവിടുന്ന് ഭയങ്കരമായിട്ടൊരു ഫാൻ ആ ചേട്ടൻ, ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അപ്പൊ ഈ ഒരു സിനിമ, നമ്മുടെ ഏറ്റവും പുതിയ സിനിമയായ പ്രാവൻകൂട് ഷാപ്പ്, ഏറ്റവും അടുത്ത് അവരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ആൻഡ് എന്തുകൊണ്ടാണ് സൗബിൻ ഷാഹിർ എന്ന നടൻ പ്രാവൻകൂട് ഷാപ്പ് എന്ന സിനിമ തിരഞ്ഞെടുക്കാൻ കാരണം? ആൻഡ് വൈ വി ഷുഡ് ഗോ ടു തിയേറ്റേഴ്സ്? അത് കഥ കേട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പ്രാവൻകൂട് ഷാപ്പിൻ്റെ നമ്മൾ കുറച്ച് പേര് കുറേ വർഷം മുമ്പ് കേട്ടൊരു കഥയാണ് ശ്രീരാജ് നിർമ്മിക്കുന്നത്. അപ്പോൾ കഥ കേട്ട് പിന്നെ അത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നിപ്പോയി. കാരണം നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ജോണറും അതിൻ്റെ എന്താ പറയുക ആക്ഷേപഹാസ്യം, ഡാർക്ക് ഹ്യൂമറും ഒക്കെ നമ്മൾ മലയാള സിനിമയിൽ അങ്ങനെ ആദ്യം കുറച്ച് നാളായി വന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റൈല് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ പിന്നെ ശ്രീരാജിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാവുന്നത് തൂമ്പ എന്ന് പറഞ്ഞുള്ളത്, അതുകൂടി കണ്ടുകഴിഞ്ഞപ്പോൾ കണ്ടുകൊടുത്ത എത്ര സ്നേഹത്തിൽ ഓടി വന്നു പറഞ്ഞ് വേഗം വന്ന് പിന്നെ ഒന്നും കൂടി കഥ കേട്ടു. അതിനുശേഷം ഞാൻ അൻവർ റഷീദ് അമ്പക്കാർക്ക് പറഞ്ഞ് ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ഉണ്ട്, ശ്രീരാജിൻ്റെ ഒരു പുതിയൊരു പൈലോട്ട് കേട്ടോന്ന് പറഞ്ഞ് അമ്പക്കാർക്ക് ആ ഷോർട്ട് ഫിലിം വായിച്ചു. കൂടെ ആ പയ്യനെ കണ്ടതിന് ശേഷം വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം നമുക്ക് പയ്യനോട് വരാൻ പറഞ്ഞു ശ്രീരാജിന്. അമ്പക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അടുത്ത ഒരു പരിപാടിയായിട്ട് തന്നെ പിടിക്കാം. അങ്ങനെയാണ് അതിലോട്ട് ഇന്നാവുന്നത്. അങ്ങനെ പിന്നെ അത് ഭയങ്കരമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളൊരു കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മാംഗോസിൻ്റെ രീതിയിലാണല്ലോ, അതിൽ ചെറിയ ഞൊണ്ടുണ്ട്, അങ്ങനത്തെ ഒരു സ്റ്റൈലും ലുക്കൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി വേറെ പുതുമയുള്ളൊരു പരിപാടിയായിട്ട് കിട്ടും. എന്തോ പറയാൻ പറഞ്ഞായിരുന്നു, അതുകൂടെ പറഞ്ഞു. കഥയും കൂടി പറയണോ? വേണ്ട, കഥ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുന്നത് 2 ദിവസം കൂടി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. കാരണം വേറൊരു പുതിയ രീതിയിലുള്ളൊരു ജോണറാണ്. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ ഷാപ്പിൽ പോയിട്ട് മറക്കാൻ പറ്റാത്തൊരു മെമ്മറി? അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ചെയ്ത് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഷാപ്പിൽ പോയിട്ട് നല്ല ഭക്ഷണം കഴിക്കാം, കൂടുതൽ
സ്നാഡ് കൂടുതൽ അവിടുത്തെ ഭക്ഷണമാണ് കൂടുതൽ കഴിച്ചിരുന്നത്. അപ്പോൾ ഷാപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്ന് ബേസിലിന്റെ ഭയങ്കര ആ ഒരു ചിരി കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു സ്റ്റോറി ആലോചിച്ചിട്ടാണ് ആ ചിരി ചിരിച്ചത്. അല്ലാതൊക്കെ ആ മൈക്കൊന്ന് ഓക്കെ. സൂക്ഷ്മദർശിനിയിൽ വളരെ ക്രൂക്കണായിട്ട് ഒരു കള്ളം ചെയ്തിട്ട് ഇവിടെ നേരെ വന്ന് ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാല് ആ കള്ളന്മാരെ പിടിക്കുന്ന പോലീസാണ്. എനിക്ക് തോന്നുന്നു തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആളായിട്ടാണ് ബേസിൽ ജോസഫ് എന്ന നടൻ ഇപ്പൊ മലയാളത്തിൽ നിൽക്കുന്നത് എന്നാണ് നമ്മുടെ പ്രേക്ഷകർ പറയുന്നത് അല്ലേ? അപ്പൊ ഇതിലേക്ക് വരുമ്പോ എന്താണ് എക്സ്പീരിയൻസ്? പ്ലീസ് ഷെയർ. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. കോട്ടയത്ത് ലുലു മാൾ എൻ്റെ ഭാര്യ വീട് കോട്ടയത്താണ്. അപ്പോൾ അതുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത്രയും വലിയൊരു കോട്ടയത്ത് ക്രൗഡിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആദ്യമായിട്ടാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാവൻകൂട്ട് ഷാപ്പ് ഇപ്പോൾ സൗബിക പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ഡയറക്ടറാണ് ശ്രീരാജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രീരാജ് ആദ്യമായിട്ട് കഥ പറഞ്ഞത് സൗബിക്കയുടെ അടുത്താണ്. സൗബിക്കയാണ് അൻവർ റഷീദ് അമ്പുക്കയെ ഈ സിനിമയിലേക്ക് പ്രൊഡ്യൂസറായിട്ട് സജസ്റ്റ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ശ്രീരാജ് കഥ പറയും. അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. അമ്പുക്കയാണ് ഈ സിനിമ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തരുന്നത്. ഞാനൊരു ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഈ ശ്രീരാജിൻ്റെ ഷോർട്ട് ഫിലിം കണ്ടു. തൂമ്പ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമ ചെയ്യണം എന്ന് തീരുമാനിച്ചു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ സിനിമയും ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കണ്ടിടത്തോളമൊക്കെ ഭയങ്കര രസമുള്ള ഒരു സിനിമയാണ്. നല്ല ഒരു പറ്റം ടെക്നീഷ്യൻസ് ഒക്കെ ഈ സിനിമയുടെ പിന്നിലുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഷൈജു ഖാലിദാണ്. അദ്ദേഹമാണ് കുമ്പളങ്ങി നൈറ്റ്സും മഞ്ഞുമൽ ബോയ്സും അങ്ങനെ ഒരുപാട് നല്ല വലിയ വിപ്ലവം സൃഷ്ടിച്ച സിനിമകൾ ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ക്യാമറമാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ അൻവർ റഷീദ്. അദ്ദേഹം അവസാനമായിട്ട് ചെയ്ത സിനിമ എന്ന് പറയുന്നത് ആവേശമാണ്. മറ്റൊരു തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം രാജമാണിക്യം, ചോട്ടാ മുംബൈ, ഉസ്താദ് ഹോട്ടൽ എന്നൊക്കെ പറയുന്ന സിനിമകൾ സംവിധാനം ചെയ്ത് അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണെങ്കിലും ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, ആവേശം, ഭൂതകാലം എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറവ മറന്നായിരുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് അൻവർ റഷീദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിലുള്ള ഒരു സിനിമയാണ്. പിന്നെ അത് മാത്രമല്ല ഒരു മ്യൂസിക് വിഷ്ണു വിജയ്. ഇന്ന് അതിൻ്റെ ഓഡിയോ ലോഞ്ച് കൂടാണ് സിനിമയുടെ. നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള, എൻ്റെ സിനിമ ആയതുകൊണ്ട് പറയല്ല, കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൽബത്തിലൊന്നാണ് ഈ സിനിമയുടെ ആൽബം. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിഷ്ണു വിജയ് ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വളരെ വിജയമായിട്ടുള്ള സിനിമകളുമാണ്. എഗെയിൻ തൊട്ടതെല്ലാം പൊന്നാക്കിയ മറ്റൊരാൾ. ഞങ്ങളുടെ സിനിമയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലേ? സിനിമയുടെ പേര് അങ്ങനെയാണ്. അതുപോലെ വരികൾ ഇത് മൂസിൻ പാരാരിയാണ്. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. തൊട്ടത് പിന്നെ ഓഫ്കോഴ്സ് ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ പറയുന്ന ഇവിടെ നിൽക്കുന്ന ശബരീഷ് ഏട്ടനും നിയാസ്കയും ശിവജിത്തും ഉൾപ്പെടെ, അതല്ലാതെ ഒരു പറ്റം പുതിയ ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു നാടക നടന്മാരൊക്കെ കുറേ പേര്, അവരും വളരെ പ്രതീക്ഷയോടെ അവരുടെ ഭയങ്കര കുറേ കാലത്തെ നാടക ജീവിതത്തിലേക്ക് ശേഷം ഒരു സിനിമയിലേക്ക് വന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളെക്കാളൊക്കെ നിങ്ങൾ ആരും കാണാതെ എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമയുടെ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിഗ് സെറ്റ് ഓഫ് കലാകാരന്മാർ ഈ സിനിമയുടെ പിന്നിലുണ്ട്. പുതിയ കുറേ നടന്മാർ. അത് എന്തെങ്കിലും പറയാം, എല്ലാം പറയേണ്ട വിശേഷങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞില്ലേ? ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് ഇപ്പൊ ശബരീഷ് ചേട്ടൻ എനിക്ക് തോന്നുന്നു ഓരോ റോള് ചെയ്യുന്നത്. എന്നെ ആൾക്കാരെ വിളിക്കാത്തതാണ്. പിന്നെ അല്ല, ഇപ്പൊ ഒന്നുമില്ല, അതിനെക്കുറിച്ച് വളരെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത് 10 വർഷം മുമ്പ് 2015 പ്രേമം എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിൽ ഞാൻ വരുന്നത്. അത് അൻവർ റഷീദ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, സൗബിനുണ്ടായിരുന്നു. വീണ്ടും 10 വർഷത്തിന് ശേഷം 2025 എന്തായി തൊട്ടതെല്ലാം പൊന്നാക്കിയ കുറേ ആൾക്കാരൊപ്പം ഈ പടത്തിൽ വരാൻ കഴിഞ്ഞു. കൂടുതൽ വിശേഷങ്ങളൊക്കെ രണ്ടുപേരും കൂടി പറഞ്ഞു. വേറെ സീൻ മാറ്റൽ, ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി ആ ഒരു വേഷം. മലയാളം തിരിച്ചറിഞ്ഞാൽ ഭാഗ്യം, അറിയരുത് എന്നായിരുന്നു ക്യാരക്ടറിന്റെ ഒരു പ്രധാന ഉദ്ദേശം. ഓക്കെ, എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഓൾസോ അല്ലേ? ഓരോ സിനിമയിലും ഓരോ ക്യാരക്ടർ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരുടെ മുന്നിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് ഇപ്പൊ ഫ്രീ ആയിട്ട് നടക്കാം, ഒരു കുഴപ്പമില്ല, ആരും തിരിച്ചറിയുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ അവിടെ
ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആ കള്ള് ഷാപ്പിന്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോന്ന്? എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് മൈൻഡിലേക്ക് വരുന്നുണ്ടോ? ഒരു കള്ള് ഷാപ്പ് പടത്തിൽ ഈ അടുത്ത് അഭിനയിച്ചു, പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന അവസാനത്തെ ഷോട്ടിൽ തലയ്ക്ക് കുപ്പി കൊണ്ടടിക്കുന്നുണ്ട്. ഒരാഴ്ച മുളച്ച് നിൽക്കായിരുന്നു. അതായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് കള്ള് ഷാപ്പ്. ബാക്കി വേറെ ഷാപ്പായിട്ട് എനിക്ക് യാതൊരു എക്സ്പീരിയൻസ് ഇല്ല. യാതൊരു ബന്ധമില്ല ഷാപ്പായിട്ടല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് മൂവിങ് ഓൺ ടു നിയാസിക. എനിക്ക് തോന്നുന്നു നിയാസിക ഫുൾ ഫാമിലിയുടെ ആളാണല്ലേ? ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്ത ആളാണ് നിയാസിക. എനിക്കൊന്ന് നല്ലൊരു കൈയ്യടി കൊടുക്കാൻ നിയാസിക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഇതിനകത്ത് വളരെ അമേസിംഗ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആ ക്യാരക്ടറിനെ പറ്റി നമ്മുടെ പ്രേക്ഷകരോട്. എല്ലാവർക്കും നമസ്കാരം. ഞാനും വലിയൊരു സന്തോഷത്തിലാണ് ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞത്. കാരണം ഈ സിനിമയൊക്കെ വളരെ കുറവ് ഞാൻ ചെയ്തിട്ടുള്ളൂ എങ്കിലും മരമായ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഈ 15 വർഷമായിട്ട് വിവിധ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സിനിമയിലാണെങ്കിലും മറിമായത്തിലാണെങ്കിലും ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് എനിക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, എന്നെപ്പോലുള്ള ആളുകൾക്ക് കിട്ടുന്ന അപൂർവം അവസരങ്ങളാണ് അതൊക്കെ. അപ്പോൾ നിങ്ങളൊപ്പം ഉണ്ടാവണം, അത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ കൂടെ ഉണ്ടാവണം. നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കുന്നതായിരിക്കില്ല ഈ സിനിമ. നിങ്ങളെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്ന, എല്ലാ തരത്തിലും ത്രില്ലടിപ്പിക്കുന്ന സിനിമയായിരിക്കും. യാതൊരു സംശയവും വേണ്ട. ഇവര് കുറച്ചൊക്കെ മറച്ചു പിടിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊരു ഉഗ്ര സിനിമയായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു സിനിമയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന, ഫാമിലിയായിട്ട് ഇരുന്ന് തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിരിക്കും. പ്രാവിൻകൂട് ഷാപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കുന്നത് ഈ ഷാപ്പ് വേറൊരു ഷാപ്പാണ്. അപ്പോൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണാൻ ആസ്വദിക്കുക, അത്ര മാത്രമേ പറയുന്നുള്ളൂ. മിസ്റ്ററി ഒളിഞ്ഞിരിക്കുന്ന ഷാപ്പാണ് അല്ലേ? അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. യെസ്, ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആൻഡ് യെസ്, വി ഹാവ് ശിവശിവ് പത്മനാഭൻ. എനിക്ക് നേരത്തെ അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാളികളുടെ പ്രിയപ്പെട്ട വില്ലൻ എന്ന് വിളിക്കുന്നതായിരിക്കും ശരിയെന്ന് തോന്നുന്നു. വില്ലൻ എന്ന് പറയുമ്പോൾ നമുക്ക് പോയി രണ്ടെണ്ണം അടി കൊടുക്കാൻ തോന്നുന്ന വില്ലൻ അല്ല. പെൺകുട്ടികൾക്ക് കുറച്ച് ക്രഷുള്ള വില്ലനാണ് നമ്മുടെ ശിവജിത് അല്ലേ? എക്സ്പീരിയൻസ്, ഇവരുമായിട്ട് സിനിമയുടെ കൂടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് തൊട്ടുള്ള എക്സ്പീരിയൻസ് പ്ലീസ് ഷെയർ. നമസ്കാരം കോട്ടയം. ശരിക്കും പറഞ്ഞാൽ പ്രാവിൻകൂട് ഷാപ്പിലെ ഏറ്റവും പാവം പിടിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ആ ഒരു ക്യാരക്ടർ പടം കാണുമ്പോൾ മനസ്സിലാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഞാൻ കോട്ടയത്തെക്കുറിച്ച് പറയാം. ഞാൻ കണ്ണൂരാണ് എൻ്റെ ജനിച്ചു വളർന്ന സ്ഥലം. പക്ഷെ ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ കോട്ടയത്ത് താമസിക്കുന്ന ഒരാളാണ്. നമ്മുടെ നാഗമ്പലത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പം കുറേ കാലത്തെ സിനിമയിലോട്ടുള്ള വരവ്, ആ യാത്രയിൽ അവസാനം എത്തിച്ചേർന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് എൻ്റെ ഗുരുനാഥൻ കൂടിയായ ജയരാജ് സാറാണ് ആദ്യമായിട്ട് എനിക്ക് വീരം എന്ന് പറയുന്ന മൂവി എൻ്റെ കയ്യിൽ തരുന്നത്. കോട്ടയത്ത് വെച്ചാണ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഏറ്റവും നമുക്ക് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ടീമുണ്ട്. അപ്പം അൻവറക്കയുടെ അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂടെ ഒരുപാട് കഴിവുകളുള്ള ടെക്നീഷ്യന്മാരും ആക്ടേഴ്സും ഒരുപാട് പേരുള്ളവരുടെ കൂടെ ആ ഒരു 1-2 മാസം നമുക്ക് ആക്ടിങ്ങിലൂടെയും അല്ലാതെയുമുള്ള ആ ഒരു സമയം ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു മൂവി, ഫസ്റ്റ് മൂവി ഇറങ്ങുമ്പോൾ നമുക്ക് 2-3 ദിവസം മുന്നേ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു വല്ലാത്തൊരു ഫീലുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മൂവി. കാരണം ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള വേഷമായിട്ട് ഞാനിതിനെ കരുതുന്നു. അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക. പടം എന്തായാലും നല്ല രീതിയിൽ വരും. പിന്നെ നമ്മുടെ ഡയറക്ടർ ശ്രീരാജ് അദ്ദേഹത്തെ പുതിയൊരു മൂവിയാണ്. എങ്കിലും പടത്തിന് ശേഷം കൂടുതൽ നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ചിലപ്പോൾ ശ്രീരാജിനെ കുറിച്ച് കൂടി ആയിരിക്കാം. നല്ലൊരു ഡയറക്ടർ കൂടി വരികയാണ്. നന്നായിട്ട് പടം വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പടം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സിനോടും ഫാമിലിയോടും പറഞ്ഞ് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. താങ്ക് യു. എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. ആൻഡ് യു ആർ എ ട്രെയിൻ ഡാൻസർ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഓർമ്മ വന്നത് ഒരു മോഹിനിയാട്ടം. ഇല്ല, മോഹിനിയാട്ടം വേണ്ട നമുക്ക്. ശരി, അപ്പോൾ
സൗമനിക്കനോട് ചോദിക്കണം. ശരിക്കും ഇത് എന്റെ ചോദ്യമല്ല, നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും ചോദ്യമാണ്. ഓതിര ഘടകം, നമ്മുടെ DQ നായകനായി സൗമനിക്ക ഡയറക്ട് ചെയ്യുന്ന ഓതിര ഘടകം മൂവി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. സോ പ്ലീസ് ഗിവ് us an update. ഫസ്റ്റ് ഓഫ് ഓൾ ഓതിര ഘടകമല്ല ഞാൻ ചെയ്യാൻ പോകുന്ന പടം മാറിയിട്ടുണ്ട്, സ്ക്രിപ്റ്റ് മാറിയിട്ടുണ്ട്. അടുത്ത പടം ഈ വർഷം തന്നെ ഉണ്ടാവും. ഇപ്പോൾ തമിഴ് മൂവി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകേഷ് കനകരാജ് രജനി സാറിൻ്റെ കൂടെ. അത് ഇനി ഒരു 1.5 മാസം കൂടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ ഒരു 4-5 മാസം 6 മാസമായിട്ട് അതിൻ്റെ തിരക്കിലാണ്. ആ പടത്തിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഡയറക്ഷൻ ചെയ്യാനുള്ള പുറപ്പാടിലാണ്. ദുൽഖർ വെച്ച് തന്നെ ചെയ്ത പടമാണ്. അതിൻ്റെ ബാക്കിയുള്ള കേൾക്കുന്നില്ല, ദുൽഖറിൻ്റെ ശബ്ദത്തില്ല, ഞാനാണ്. തീർച്ചയായിട്ടും നമ്മൾ സമയം തരുന്നതായിരിക്കും. യെസ്, തീർച്ചയായിട്ടും ഇതിനകത്ത് എനിക്ക് തോന്നുന്നു സൗമനിക്ക ഡയറക്ടറാണ്, നമ്മുടെ ബേസിൽ ജോസഫ് ഡയറക്ടറാണ്, ഡയറക്ടർമാരുടെ ഒരു ബഹളമാണ് ഇതിനകത്ത്. ബേസിൽ അടുത്ത മൂവീസിനെ പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്? ഡയറക്ഷൻ, ഞങ്ങൾ ശരിക്കും ഡയറക്ഷൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയെ കുറിച്ച് അപ്ഡേറ്റ് തരാനായിട്ടില്ല, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അപ്ഡേറ്റ് തരാൻ. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു അപ്ഡേറ്റ് വേണം. ഉറപ്പായി, തീർച്ചയായും. ഓക്കെ. ആൻഡ് ശബരീഷേട്ടൻ ഈ വേദിയിൽ വന്നിട്ട് ഒരു പാട്ട് പാടാൻ വിട്ട് കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും എന്നെ വഴക്ക് പറയും. ഇല്ലേ, വേണ്ടേ ശബരീഷേട്ടന്റെ പാട്ട് വേണ്ടേ? പട്ടികൊണ്ടിരിക്കുന്ന ബോർഡ് ശ്രദ്ധിച്ചില്ല, അത് സീനാകുമെന്നും അവൻ ചിന്തിച്ചില്ല. വെച്ച കാല് പുറകോട്ട് വെക്കത്തില്ല, വെച്ച കാലിന്റെ കെട്ടിപ്പിടും അഴിച്ചിട്ടില്ല. അവിടെ വീട്ടുകാർ വന്നു കണ്ട് പൊട്ടിച്ചിട്ടും അവന്റെ കൂട്ടുകാർ വട്ടം കൂടി പുച്ഛിച്ചിട്ടും ഒരെ വിളിപ്പിച്ചിട്ടും നേരം വിളിപ്പിച്ചിട്ടും 10 വയസ്സിന് വെളികാവിന് ഇതേവരെ വന്നിട്ടില്ല. അതൊക്കെ കൊണ്ട് ഞാൻ കുറെ 10 വർഷം മുമ്പ് ഞാൻ പറഞ്ഞു, അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന വെളുമരുന്നും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ അല്ലെങ്കിൽ സീമത്തൊക്കെ പോകും. അടിപൊളി, സൂപ്പർ, അമേസിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് സച്ച് എ സ്പോർട്ട്. അപ്പൊ നമ്മുടെ സോങ് റിലീസിനുള്ള സമയമാണ്. അപ്പൊ നമുക്ക് 2 സൈഡിലേക്ക് ഒന്ന് മാറുന്നേക്കാം. Ladies and gentlemen, it's time to reveal the song. ഈ സിനിമയിൽ ടോട്ടൽ നമുക്ക് 4 പാട്ടുകളാണുള്ളത്. ഇതിന്റെ ഈ പാട്ടുകളുടെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാർ. നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളി ഡാൻസേഴ്സ് ആണെന്ന് എനിക്ക് നന്നായി ചെറിയ മിക്ക പിന്നെ പറയണ്ട. സച്ച് എ സ്പോർട്ട്, അടിപൊളി ഡാൻസർ ആണ്. സോ ലെറ്റ്സ് പ്ലേ ദ മ്യൂസിക്. ഹിയർ വി ഗോ. 1 2 3 and go. ഇവിടെ മോഹിനിയാട്ടം കളിക്കാൻ ആൾക്കാർ റെഡി. അടിപൊളി. ഞാൻ ഇത്രയും പ്രതീക്ഷിക്കാതെ ഈ പടത്തിലെ പാട്ടെന്ന് പറഞ്ഞിട്ട് ഈ പടത്തിലെ പാട്ടാണ് ഉറപ്പായിട്ടും തരും. Let's play the music. അത് സൗമ്യം കളിക്കട്ടെ. അത് സൗകര്യം കളിക്കും, ഉറപ്പായിട്ടും കളിക്കും.
നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ ഇവർക്കൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കൊരു 3 ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ആൻസർ. ഒരു ചോദ്യമായിട്ടോ. 3 വാക്ക്. ശരി, അവിടെ റിക്വസ്റ്റ് അല്ലേ? ഒരു പാട്ട് മൂൺവാക്കിനെ പറ്റിയൊരു പാട്ട് വേണമെന്നില്ല, അത് ഇങ്ങനെ പോയിക്കോളും. എന്തൊരു ഫാൻസ്. നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് മതി. ആ പാട്ടിൽ നമ്മൾ മൂവ് ഓഫ് ചെയ്യുന്നതായിരിക്കും. പർദീസയാണോ വേണ്ടേ? പർദീസ ഫാൻസിന്റെ കൂടെ ഓക്കെ. നമ്മുടെ പാട്ടോട് റെഡി ആവുന്നതിന്റെ ഇടയ്ക്ക് ആ ഗ്യാപ്പിൽ ആർക്കെങ്കിലും ചോദിച്ചു ചോദിക്കാനുണ്ടോ? ചെറിയൊരു ഗ്യാപ്പ്. എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് ആ ക്വസ്റ്റ്യൻ ഇല്ലാന്ന് തോന്നുന്നു ചോദിക്കാൻ വേണ്ടിട്ടല്ലേ. അങ്ങോട്ട് യെസ്, വിപിൻ ചേട്ടനാണ് ആ ഒരു അടിപൊളി പിക്ചർ നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞ ഇവിടെ അല്ല, ഞാൻ കൊല്ലത്തുനിന്ന് വന്നതാണ്. അയ്യോ, ഓക്കെ ഓക്കെ, ദാറ്റ്സ് അമേസിംഗ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വിപിൻ. ഞാൻ വിചാരിച്ചു നമ്മുടെ അടുത്ത് കൊണ്ടാക്കുമെന്ന് ചോദിക്കാൻ ഓക്കെ, അപ്പോ നമ്മുടെ മ്യൂസിക് റെഡിയാണ് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ മ്യൂസിക് ഇടാം. ശബരി ചേട്ടന്റെ മ്യൂസിക്കിൽ സൗബിനിക്ക ഡാൻസ് കളിക്കുന്നതായിരിക്കും. അവിടെ നിന്ന് അവർക്ക് ക്യാമറ ഇല്ല തോന്നുന്നു. സൗബിനിക്ക ക്ലാപ്പ് ഗൈസ്, കം ഓൺ. ഒരൊറ്റ ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരൊറ്റ ക്വസ്റ്റ്യൻ നമുക്ക് ആ മൈക്ക് ഒന്ന് പാസ് ചെയ്യാം. ബേസിലിനോടാണ് ചോദ്യം. ചിരി ഒന്ന് ചിരിക്കണം. പിന്നെ കോട്ടയംകാർക്ക് വേണ്ടിയാണ് ആ അടിപൊളി ചിരി ചിരിക്കണം. പിന്നെ ഒരു സോങ് ഇവര് പ്ലേ ചെയ്തതിൽ ഒരു അടിപൊളി സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് കളിക്കണം. അത്രേ ഉള്ളൂ. അത് ചോദ്യമല്ലേ, ഇത് ടാസ്ക് ആയിപ്പോയല്ലേ? ചോദ്യമല്ല, ഇതൊരു വൻ പണിയാണ്. ടാസ്ക് എന്ന് പറയും. ചിരി എടുക്കുമോ തോന്നുന്നു? ഇല്ല, ചിരി അങ്ങനെ തമാശ പറഞ്ഞാൽ ഞാൻ ചിരിക്കാം. അല്ലാതെ ചിരിക്കാൻ പറ്റൂല. എനിക്കറിയില്ല. തമാശ പറഞ്ഞാൽ ചിരിക്കാം. ഒരു തമാശ പറയുന്നോ? തമാശ കയ്യിൽ സ്റ്റോക്ക് ഇല്ല. അത് നല്ല തമാശയാണ്. എനിക്ക് തോന്നുന്നു ഡാൻസ് നേരത്തെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ആൻസർ ക്ഷീണിച്ചിട്ടുണ്ടോ? അപ്പൊ ഒരു പാട്ട് വേണേ ഒന്നുകൂടെ കളിക്കാം അല്ലേ? എന്തോ ഒരു പാട്ട് കൂടി ഇട്ട് ഞാൻ ഒന്നുകൂടെ വേണേ കളിക്കാം. നമ്മൾ അധികം അവരെ ക്ഷീണിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ക്വസ്റ്റ്യൻ പോലെ. താങ്ക് യു വെരി മച്ച് ബേസിൽ. അപ്പൊ അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ ഈ ഒരു ഇവന്റ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? യെസിക. പ്രത്യേകിച്ച് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. ഇത് ഈ നേരത്തെ ബേസിൽ സംസാരിച്ച പോലെ ഇവരൊക്കെ നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളാണ്. പക്ഷേ നിങ്ങൾ കാണാത്ത നല്ല കഴിവുള്ള ഇഷ്ടം പോലെ പുതിയ ആർട്ടിസ്റ്റുകൾ എൻ്റർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. നമ്മൾ ഇതുവരെ ഈ പറഞ്ഞ പോലെ ഇതുവരെ നിങ്ങൾ കാണാത്ത, സിനിമയിൽ കാണാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ നാടകത്തു നിന്നും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അവർക്കും കൂടി കിട്ടിയിട്ടുള്ള ഒരു വലിയ അവസരമാണ് ശരിക്കും ഈ പ്രാവൻകോട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ നമ്മൾ ഈ സിനിമ കാണുന്നത് നമ്മൾ നാളിതുവരെ ഞങ്ങളൊക്കെ പ്രോത്സാഹിച്ച പോലെ നിങ്ങളുടെ പ്രോത്സാഹനത്തിലൂടെ തന്നെ വരേണ്ട കഴിവുള്ള കുറേ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്.
അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒപ്പം നിൽക്കണം. അത് വലിയൊരു കോറം ആർട്ടിസ്റ്റുകളുടെ ലൈഫാണ്. അവർക്കുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനമായിരിക്കും നിങ്ങൾ ഈ സിനിമ വിജയിപ്പിക്കുന്നത് മാത്രം പറയുകയാണ്. ഈ സിനിമയുടെ ഒപ്പം ഉണ്ടാവണം, അത്ര മാത്രമേ പറയാനുള്ളൂ. വളരെ സന്തോഷം. താങ്ക് യു. Thank you very much, Sabrina, please. എൻ്റെ ഫസ്റ്റ് മൂവിയാണെങ്കിൽ പോലും ഇപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കാരണം ഈ പടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് ശ്രീരാജിനെ കുറിച്ചായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഫിലിം. അതിന് നല്ലൊരു ഉറപ്പാണ് വരുന്നത്. കാരണം കുറച്ചധികം ചിരിക്കാനും അതേപോലെ ഫൈറ്റും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു കലക്കലൊരു അവിയൽ പരുവത്തിലുള്ളൊരു ഷാപ്പ് അറിയാം. അപ്പോൾ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമുക്ക് വലിയൊരു പ്രോമിസ് ആണ്. യെസ്, പ്ലീസ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇതൊക്കെ തന്നെയാണ്. സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ കുറേ പറഞ്ഞായിരുന്നു ഇതൊക്കെ തന്നെ. അപ്പോൾ വീണ്ടും അതന്നെ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് ശ്രീരാജ് എന്ന് പറയുന്ന പുതിയ ഡയറക്ടർ. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സിനിമ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ശ്രീരാജിനെ കുറിച്ചായിരിക്കും. കഴിഞ്ഞ 2-3 വർഷമായിട്ട് മലയാള സിനിമയിൽ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സും പുതിയ നല്ല കൂട്ടം ടെക്നീഷ്യൻസും ഒക്കെ വരുന്ന വലിയ മാറ്റം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ്. അതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരാൾ കൂടിയായിരിക്കും ശ്രീരാജ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു. Thank you very much. 2.5 മണിക്കൂർ ആസ്വദിച്ചിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും. തിയേറ്ററിൽ തന്നെ പോയിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെടുമ്പോൾ തിരിച്ച് എല്ലാവരുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് അവരെയും കൂടെ കൊണ്ടുപോവുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. Thank you very much, അഭിഷേക. ഇവർ 4 പേരും പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശരിയാണ്. ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ. കൂടുതലും ഒന്നും പറയാനില്ല. 16-ാം തീയതി 2 ദിവസം കഴിഞ്ഞിട്ട് പടം വരികയാണ്. നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിച്ചിരിക്കും. അതാണ് കൂടുതൽ അവകാശവാദങ്ങൾ ഈ വേദിയിൽ വേണ്ട. പക്ഷേ നിങ്ങളെല്ലാവരെയും എൻ്റർടൈൻ ചെയ്യുന്ന ഒരു പടമായിരിക്കും. എന്തായാലും അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ് എന്ന ഒരു ബാനറിന് അറിയാമല്ലോ. നിങ്ങൾ ആവേശത്തിന് ശേഷം വീണ്ടും ഒരു പടം വരികയാണ്. അപ്പം നിങ്ങൾ കാണുക, കണ്ടിട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സുണ്ട്. നിങ്ങൾക്ക് ഇതിൽ തന്നെ കുറേ പേരെ കണ്ടു കാണും. അവർക്ക് ഭയങ്കര വലിയൊരു വേദിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതും കണ്ട് ആസ്വദിക്കുക. ഒരുപാട് പ്രതിഭാശാലികളായിട്ടുള്ള ആക്ടേഴ്സ് ഉള്ളതാണ്. അതും കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് 16-ാം തീയതി നിങ്ങൾ തിയേറ്ററിലേക്ക് വരിക. വെൽക്കം ടു പ്രാവിൻകുഡ് ഷോ. That's